ഹലോ കൂട്ടുകാരെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളെന്ന് പറയുക ചിക്കൻ ബിരിയാണിയൊക്കെ ഉണ്ട്. നമ്മുടെ ഇങ്ങനെ ഇത്രയും പെട്ടെന്ന് വളരെ പെട്ടെന്ന് ചിക്കൻ ബിരിയാണി എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതിൻ്റെ കുറച്ച് റെസിപ്പിയും കാര്യങ്ങളാണ് കാണിച്ചു തരുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇപ്പോൾ നമ്മൾ അടുപ്പ് കത്തിച്ചിട്ടുണ്ട്. അടുപ്പിൻ്റെ അകത്ത് വെള്ളം എടുത്ത് വയ്ക്കുകയാണ് കേട്ടോ. വെള്ളം ഇനി ചെറുതായിട്ടൊന്ന് ചൂടാകണം. എൻ്റെ വിശ്വാസം. ഇതിനകത്തോട്ട് നമ്മൾ പട്ട ഇട്ടിട്ടുണ്ട്. പിന്നെ അരി കഴുകിയിടുക. നമ്മുടെ ഇന്ത്യ ഗേറ്റിൻ്റെ അരിയാണ് നമ്മൾ ഉപയോഗിച്ചത്. ഇന്ത്യ ഗേറ്റിൻ്റെ അരിയാണ് നമ്മൾ വാങ്ങിയത് കേട്ടോ. അത് 1/2 കിലോ അരിയാണ് വാങ്ങിയത്. അത് 128 രൂപ എങ്ങണ്ടായിരുന്നു കിലോ. നമ്മളിപ്പോൾ 1/2 കിലോയാണ് വാങ്ങിയത്. എന്നിട്ട് നമ്മൾ അടച്ചു വെച്ചു. ഇത്തിരി ഉപ്പും കൂടെ ഇതിന് ശേഷം ഇട്ടായിരുന്നു കേട്ടോ. ഇത്തിരി ചൂടായതിനു ശേഷം ഇത്തിരി കൂടെ ഉപ്പും കൂടെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഉപ്പൊക്കെ ഇട്ട് നമ്മൾ അടച്ചു വെച്ചു കേട്ടോ. ഒന്ന് ചൂടായി വന്നപ്പോഴത്തേക്ക് നമ്മുടെ ക്യാരറ്റ്, പിന്നെ ബീൻസ്, കാരി, മുളക് ഇങ്ങനെയുള്ളതെല്ലാം കുനുകുനാ അരിഞ്ഞ് വെച്ചിരുന്നത് നമ്മളിതിനകത്ത് തട്ടി കൊടുത്തു. നോക്കുമ്പോൾ ചെറുതായിട്ടൊന്ന് തിളച്ച് വന്നു കേട്ടോ. തിളച്ച് വന്നപ്പോഴത്തേക്ക് തിളച്ച് തുടങ്ങിയതേ ഉള്ളൂ. അപ്പോൾ നമ്മളടുത്ത് ഒരു 2 തുള്ളി നെയ്യ് അതിനകത്ത് ഒഴിച്ചായിരുന്നു. നമ്മൾ മിൽമയുടെ നെയ്യാണ് ഉപയോഗിച്ചത്. 2 തുള്ളി നെയ്യ് ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് നല്ല രീതിയിലൊന്ന് ഇളക്കി. അതിനുശേഷം ചോറ് നോക്കിയപ്പോഴത്തേക്ക് ചെറിയൊരു 1/2 വേവ് ആകാറായി വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളതിനെ വടിക്കാനുള്ള തയ്യാറെടുപ്പായി. അങ്ങനെ നമ്മൾ 1/2 വേവായ ചോറിനെയാണ് നമ്മൾ വടിക്കുന്നത്. ഇങ്ങനെ മൊത്തത്തിലിട്ട് അങ്ങ് വടിക്കുകയാണ്. വടിച്ച് വെച്ച് അതിനെ ഒന്ന് തോത്തി കിട്ടണം. നമ്മളിത് തോർത്താൻ വെച്ചു. അപ്പോൾ നമുക്കിനി അടുത്തൊരു പണി. അപ്പോൾ നമ്മുടെ പാൻ എടുത്തതിന് ശേഷം നമ്മൾ അതിനകത്ത് നെയ്യ് ഒഴിച്ചായിരുന്നു. അത് നെയ്യ് ഒഴിച്ചിട്ട് അതിൽ നമ്മുടെ സവാള നമ്മൾ ഇത് നീളത്തിന് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് നല്ല രീതിയിലൊന്ന് ഞാക്കിയിട്ട് നല്ല ഇളക്കിയെടുത്തതിന് ശേഷം അത് കൈ കൊണ്ട് ഇളക്കിയതിന് ശേഷം അതിനെ നമ്മുടെ ഇതിനകത്ത് നമ്മൾ നെയ്യിലിട്ടൊന്ന് വഴട്ടിയെടുക്കണം. നല്ല രീതിയിൽ നല്ല നമ്മൾ എന്താ ചിപ്സ് പോലെ ഞാൻ പൊടിഞ്ഞു വരുന്ന രീതിയിൽ നല്ല രീതിയിൽ വഴറ്റിയെടുക്കണം. വഴറ്റിയെടുത്ത് നല്ല വറുത്ത് വരണം. നല്ല നമ്മൾ സാധാരണ ചിപ്സൊക്കെ വറുക്കും കണക്ക് വറുത്ത് വരണം. സവാള നല്ല വറുത്തെടുക്കണം. അപ്പോൾ നമുക്ക് ചെറി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചെറി നമ്മൾ പീസായിട്ട് കുഞ്ഞു കുഞ്ഞു പീസായിട്ട് കട്ട് ചെയ്തെടുത്തു. അപ്പോൾ നമ്മൾ സവാള നല്ല വറുത്തതായിട്ടുണ്ട്. ചെറിയ കുഴമ്പ് പരുവത്തിലണക്കാണ് ഇരിക്കുന്നത്. പക്ഷെ അത് നല്ല തണുക്കുമ്പോഴത്തേക്ക് ഇത്തിരി കഴിയുമ്പോഴത്തേക്ക് അത് നല്ല ഇതിൽ വറുത്തതുപോലെ ആയിക്കോളും. എന്നിട്ട് അത് ഒരു പരന്ന പാത്രത്തിലെടുത്ത് അതിനെ മൊത്തത്തിലെടുത്ത് മാറ്റി വെച്ചു കേട്ടോ. അതിനുശേഷം നമ്മുടെ ഈ ബാലൻസ് വന്ന നെയ്യിൽ കൂടെ കുറച്ച് നെയ്യും കൂടെ ഒഴിക്കേണ്ടി വന്നു. നെയ്യ് കൂടെ ഒഴിച്ചു. എന്നിട്ട് നമ്മൾ അണ്ടിപ്പരിപ്പ്, മുന്തിരിയും കൂടെ ഇട്ട് അതൊന്ന് നമ്മൾ നല്ല രീതിയിലൊന്ന് വറുത്തെടുക്കുകയാണ്. അപ്പം അതും ഓക്കെ ആയി. അപ്പം നമ്മൾ അതും എടുത്തൊരു കിണ്ണത്തിലോട്ട് മാറ്റി വെച്ചു. അപ്പം നോക്കിയപ്പോൾ നമ്മൾ സവാള നമ്മളൊന്ന് നോക്കാൻ പോയപ്പോഴത്തേക്ക് സവാള ഓക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇപ്പം സവാള, അണ്ടിപ്പരിപ്പ്, മുന്തിരി, നമ്മുടെ ചെറി എല്ലാം ഓക്കെ ആയിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്തു വെച്ചിരുന്ന ആ നെയ്യിൽ തന്നെ നമ്മുടെ ഒരു ഉരുളി എടുത്തതിന് ശേഷം ഉരുളിയിൽ നമ്മളതൊന്ന് പാകി കേട്ടോ. മൊത്തത്തിലൊന്ന് നെയ്യാക്കി അത് ഫസ്റ്റ് ലെയർ തുടങ്ങുന്നതിന് മുമ്പ് ചെയ്തതാണ്. എന്നിട്ട് നമ്മൾ കുറച്ച് അണ്ടിപ്പരിപ്പ്, മുന്തിരി ഇട്ട് കൊടുത്തു. അതിനുശേഷം നമ്മുടെ സവാളയൊന്ന് കുറച്ചെടുത്തിട്ടു. പിന്നെ കുറച്ച് ചെറിയും കൂടി ഇടണം. അപ്പം നമ്മളതിൽ ഇത്തിരി ചെറിയും കൂടി ഇട്ട് കൊടുക്കും. ചെറിയ ഇട്ടതിന് ശേഷം ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ ഫസ്റ്റ് ലെയറിൻ്റെ ആവശ്യത്തിനുള്ള ചോറ് എന്ന് പറഞ്ഞാൽ പകുതിയോളം ചോറ് നമ്മളവിടെ 1/2 വേവാക്കി വെച്ചിരുന്ന ചോറ് നമ്മൾ ഇടുകയാണ് കേട്ടോ. നമ്മളിത് ഏകദേശം പകുതിയോളം ചോറ് ഫില്ല് ചെയ്യണം. അപ്പം അങ്ങനെ ഫില്ല് ചെയ്തിട്ട് ചോറ് പകുതി ഫില്ലായതിനു ശേഷം വേണം ഇനി 1/2 ലെയറിൻ്റെ ഇടയ്ക്ക് ഒരു ആ ലെയർ സെക്കൻഡ് ലെയറിൻ്റെ അവിടെ നമ്മൾ പഴയ ചെയ്ത് കണക്ക് തന്നെ എന്ന് പറഞ്ഞാൽ നമ്മൾ സവാള, പിന്നെ വറുത്തെടുത്തത്, പിന്നെ അണ്ടിപ്പരിപ്പ്, മുന്തിരി, പിന്നെ ചെറി ഇങ്ങനെയുള്ളതെല്ലാം നമുക്ക് ഇവിടെയും കൂടെ അപ്ലൈ ചെയ്യണം. എല്ലാം അതുപോലെ പഴയ നമ്മൾ ആദ്യം ചെയ്ത അതുപോലെ തന്നെ ഇതിൻ്റെ സെക്കൻഡ് ലെയർ ആരംഭിക്കുന്നതിൻ്റെ ഫസ്റ്റ് ലെയർ തീർന്നതിൻ്റെ അവിടെ ചെയ്തെടുക്കും. എന്നിട്ട് നമ്മൾ നേരത്തെ ഒരുക്കിയ ആ നെയ്യ് തന്നെയാണ് നമ്മളിവിടെയും അതിൽ നിന്ന് കുറച്ച് നെയ്യ് ഒഴിക്കുകയാണ്. അപ്പോൾ നെയ്യൊക്കെ ഒഴിച്ചതിന് ശേഷം ഇതിപ്പോൾ ഓക്കെ ആയി. ഇനി നമുക്ക് അടുത്ത ലെയറിന് ഇതിന് ബാലൻസുള്ള എല്ലാ ചോറും നമ്മൾ ഇതിലങ്ങ് ഇടുക ചെയ്യുന്നത്. ബാലൻസുള്ള എല്ലാ ചോറും കൂടെ നമ്മൾ ഇതിലങ്ങ് ഇട്ടു.
ചോറപ്പോൾ ഏകദേശം തിന്നിട്ടുണ്ട് കേട്ടോ. നമ്മളത് ഇല്ലായി. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ അണ്ടിപ്പരിപ്പ്, മുന്തിരി, നമ്മുടെ സവാള വറുത്തത് എല്ലാം ബാലൻസ് ഉള്ളതെല്ലാം നമ്മളിവിടെ അങ്ങ് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഇട്ടതിന് ശേഷം ഇനി ചെയ്യേണ്ടത് എന്താണ്? നമ്മുടെ നെയ്യ് എല്ലാം ഇടട്ടെ. ഇപ്പം എങ്ങനെയുണ്ട്? കാണാൻ നല്ല ഭംഗിയായി. ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് നമ്മൾ കുർത്തിച്ചക്ക കൈതച്ചക്കയൊക്കെ ഉണ്ടെങ്കിൽ ഇടാവുന്നതാണ് കേട്ടോ. നമ്മൾ ഇട്ടില്ലായിരുന്നു. പിന്നെ നമ്മുടെ പപ്പായ പീച്ച് പപ്പായ അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ ഇടാവുന്നതാണ്. നെയ്യും കൂടിയൊക്കെ ഒഴിച്ചിട്ട് നമ്മൾ അടച്ചു വെച്ചു. എന്നിട്ട് ഒരു തോർത്ത് നനച്ച് നമ്മൾ നല്ല രീതിയിൽ എന്ന് പറഞ്ഞാൽ അത് അതിനകത്തുള്ള ആ ഒരു ഇത് പോവാതെ ആ തോർത്ത് ഉണങ്ങുന്ന ആ ടൈം നമ്മൾ ഓഫ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നമ്മൾ ഇനി ഒരു 2 മിനിറ്റ് നമുക്ക് കറക്റ്റ് 2 മിനിറ്റ് വേണ്ടിയുള്ളൂ. വേറെ ഒന്നും നമ്മളിതിൽ ചെയ്യണം. ഇനി ചെയ്യേണ്ടത് തോർത്ത് നല്ല രീതിയിൽ നനച്ചതിന് ശേഷം ഈ അടപ്പിൻ്റെ മണ്ടയിൽ കൂടി ഇട്ട് നല്ല ഫുള്ളൊന്ന് ഫില്ല് ചെയ്ത് വെച്ചതിന് ശേഷം 2 മിനിറ്റ് മാത്രം ഒന്ന് ചൂടാക്കുക. 2 മിനിറ്റ് ചൂടാക്കി വയ്ക്കുക. അപ്പോഴേ തോർത്ത് ഉണങ്ങും കേട്ടോ. ഈ സമയം നമ്മുടെ മറ്റേ ചിക്കൻ റെഡിയായി ഇരിപ്പുണ്ട് കേട്ടോ. ചിക്കൻ റെഡിയായി ഇരിപ്പുണ്ട്. അതിൽ നമ്മളിത്തിരി മല്ലിയിലയും കൂടെ ഇട്ട് ഒന്ന് സെറ്റ് ചെയ്തെടുക്കണം. മല്ലിയില ഇടുമ്പോഴത്തേക്കാണല്ലോ അതിൻ്റെ ആ ഒരു നല്ലൊരു മണമൊക്കെ കിട്ടുന്നത്. അപ്പോൾ ഇതെല്ലാം ആയിട്ടുണ്ട്. പിന്നെ നമുക്ക് പപ്പടം വറുക്കണം. പിന്നെ പപ്പടം വറുക്കുന്നതിന് നമ്മൾ എണ്ണ എടുത്ത് വെച്ചു. പപ്പടം വറുക്കുകയാണ്. ബിരിയാണി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ, നമുക്ക് അതിൻ്റെ കൂട്ടത്തിൽ പപ്പടം വേണം. നമ്മളിവിടെ മുട്ട എടുത്തിട്ടില്ല. ഇപ്പോൾ പപ്പടം ആയിട്ടുണ്ട്. പിന്നെ വേണ്ടത് എന്താണ്? നമുക്ക് സലാഡ് ഉണ്ടാക്കണം. അപ്പോൾ സലാഡ് ഉണ്ടാക്കുന്നതിൻ്റെ തന്ത്രപ്പാടിലാണ് ഇപ്പോൾ. സലാഡ് ഉണ്ടാക്കുന്നതിന് വേണ്ടി നമ്മുടെ തക്കാളിയും പിന്നെ സവാളയൊക്കെ കുരുമിനാരി കാരിമുളക് ഇട്ടു. അതിന് വേണ്ടി നമ്മുടെ തൈര്, കട്ട തൈര്, മിൽമയുടെ തൈരാണ് നമ്മൾ വാങ്ങിയത് കേട്ടോ. തൈര് എടുത്ത് മിക്സ് ചെയ്തു. അങ്ങനെ നമുക്ക് സലാഡ് റെഡി. പ്ലേറ്റിലോട്ട് മാറ്റാം. അപ്പോൾ ചെയ്യേണ്ടത് എന്താ? നമ്മൾ ചോറെടുത്തു. അതിൽ കുറച്ച് ചിക്കൻ കറി എടുത്തു. പിന്നെ നമ്മുടെ സലാഡ്. പിന്നെ നമ്മൾ അച്ചാർ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അച്ചാർ നമ്മൾ കുപ്പി അച്ചാറാണ് വാങ്ങി, നമ്മൾ ഇട്ട അച്ചാറല്ല. അച്ചാറും കൂടെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അച്ചാറും എടുത്തു. ഓക്കെ. പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു പപ്പടവും കൂടെ അങ്ങോട്ട് വയ്ക്കാം. പപ്പടം കൂടെ വയ്ക്കുമ്പോഴത്തേക്ക് എല്ലാം ഓക്കെ ആയല്ലേ. അപ്പോൾ നമ്മുടെ ചിക്കൻ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായവർ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടെ സബ്സ്ക്രൈബ് കൂടെ ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.